ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എവിടെയാ പോകുന്നത്? മൂന്നാറിലെവിടെ? വട്ടവടയിലോട്ടാണ്. ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാം കൂടെ, ഓഫീസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോവാണ്. ഒരുത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ്. അല്ല, വേറൊരു സാധനം കൂടെ. പിന്നെ മെയിൻ വേണ്ട സാധനം ഇതാണ്. ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാർ വട്ടവട വിശേഷങ്ങളുമായിട്ട് നമുക്കിനി കാണാം. നമ്മൾ പോകുന്നൊരു ക്യാമ്പിംഗ് ആണ് ഗൈസ്. നമ്മൾ നോർമലി ഞാൻ വട്ടവട ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടത് പറയുന്നത് എന്തായിരുന്നു, ഒരു റിസോർട്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് ഒരു ക്യാമ്പിംഗ് ആണ്. അതായത് ടെന്റ് സ്റ്റേ ഒക്കെയാണ്. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇതിനുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ക്യാമ്പിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും അവിടുത്തെ ഒരു ആംബിയൻസും പിന്നെ പോകുന്ന വഴിക്കുള്ള കുറച്ച് സന്തോഷങ്ങളും ഞങ്ങളുടെ അങ്ങനെയുള്ള സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ യാത്രയിലേക്ക് നിങ്ങളെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ഓഫീസിൻ്റെ അവിടെ നിന്നാട്ടോ, പാലാരട്ടത്തു നിന്ന്. അപ്പോൾ ഞങ്ങളൊരു ശനിയാഴ്ച ദിവസമാണ് യാത്ര തിരിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെ എല്ലാവരും ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു 6:30-ക്കുള്ളിൽ ഞങ്ങൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എടപ്പള്ളി വഴി ആലുവ റൂട്ട് വഴിയാണ് നമ്മൾ മൂന്നാർ വട്ടവട ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് 2 പേരെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, കാവ്യനെയും ശ്രുതിനെയും. കാവ്യനെ എടപ്പള്ളിയിൽ നിന്ന് പോകുന്നു, അതുപോലെ തന്നെ ശ്രുതിനെ നമുക്ക് പെരുമ്പാവൂരുന്നു. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക, നോയലിൻ്റെ അമ്മ ഞങ്ങൾക്ക് അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി ആൻറ്റി തന്നു വിട്ടിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗൈസ്, നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്. നീ പറയടാ, നീ വലിയ ഡയലോഗ് അടിക്കാൻ വന്നല്ലോ. ഡയലോഗ് ക്യാമറ വരുമ്പോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് റാസ എന്ന് പറഞ്ഞ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ലൈക്ക് സബ്സ്ക്രൈബ് വേണമെങ്കിൽ ആ ബെല്ലൈക്കൻ നെക്കി പൊട്ടിക്ക്. ഇതില് സ്റ്റാൻഡ്. എടാ, നിനക്ക് മിററാണ് ഇത്. മുടി ഫുഡ് കഴിക്കാൻ കളക്ഷൻ ഉണ്ട്. നോയലിനെ പറ്റിയ കളക്ഷൻസ് ഉണ്ട്. അടി മേടിക്കാതെ നോക്കണം. എവിടെ വിഷ്ണു? വിഷ്ണു ഗൈസ്, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങളുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നോയലാണ് കഷ്ടപ്പെട്ട് ചിക്കൻ കഴിക്കാൻ ചെയ്യണം. ഞങ്ങളുടെ ബ്രാൻഡ് അരിവ. നീ ചിക്കൻ കഴുകിയതല്ല, ചിക്കൻ കഴുകി മസാലയൊക്കെ പുരട്ടിയൊക്കെ വെച്ചത് നമ്മുടെ നോയലാണ് കേട്ടോ. നോയലാണ് ഞങ്ങളുടെ ഷെഫ്. വൈകുന്നേരം കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഇത്. ഫിനീഷിനൊന്നും വണ്ടിയിലേ കണ്ടില്ല. ബോണി നമ്മുടെ ആൾക്കാരാണ്. ഒരാളാണ് മുഖം മുത്തിരിക്കുന്നത്. അവനെ ഒരു പിടികിട്ട പുള്ളിയാണ്. അവനെ പുള്ളിയിൽ അറസ്റ്റ് ചെയ്തേക്കണമെന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫുഡ് കടല കാണുന്നില്ല. 2-3 കടലുണ്ട്. കടല, പയറ്, പഴം, പപ്പടം കള്ളം കൊണ്ടുപോയി. വിഷ്ണു ഇവിടത്തെ എന്ത് സാധനവും കൊണ്ടുപോകുന്നത് വിഷ്ണുവാണ് ഗൈസ്. അതെ, എന്തും പോകും. ഞങ്ങളുടെ മസാല ദോശ എത്തിയിരിക്കുന്നു. നല്ലതാണോ? അതെ, നല്ലതാണോ? നോക്കി കുഴപ്പമുണ്ടോ? ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. കുറച്ചൊരു മസാല ദോശ ഇതൊക്കെ കഴിച്ചു.
ഇവന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ ഏമ്പൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. നല്ല ഫുഡായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരുന്നു, അത്രേ ഉള്ളൂ. സാമ്പാർ ചോദിച്ച് വാങ്ങിച്ച് ഞാൻ ഇടിപ്പിച്ച്. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഗൈസ്. നമ്മുടെ വണ്ടി ആശാൻ കടുക് ഇതാണ് ഗൈസ്. ഞങ്ങളെ പിന്നെ തിരിച്ചേറി നമ്മൾ നേരെ മൂന്നാറിലോട്ട് വട്ടവടിയിലോട്ട് പോകുന്ന വഴിക്കുള്ള സൈറ്റ് സീയിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നാർ ഭാഗത്തോട്ടൊക്കെ എത്തി. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിലും റോഡ് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല പൊടിയുണ്ട് ഗൈസ് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മളുടെ മൂന്നാറിലേക്ക് ഇപ്പോൾ കയറുമ്പോഴുള്ള ആ ഒരു പാലുമില്ലേ, നമ്മളെല്ലാവരും റീൽസും ഒക്കെ എടുക്കുന്ന ആ എൻട്രൻസ്, ആ പാലത്തിൻ്റെ അവിടെയാണെങ്കിൽ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കുറച്ച് ട്രാഫിക്കൊക്കെ അവിടെ നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫുൾ ഡ്രൈ ആണ്, വരണ്ടിരിക്കുകയാണ്, വെള്ളമൊന്നും കാണുന്നുമില്ല. ഗൈസ് മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണല്ലേ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ആ തേയിലത്തോട്ടം, മലകളിൽ ഇങ്ങനെ തേയിലത്തോട്ടം നിരന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് പ്രത്യേക ഒരു ഭംഗിയാട്ടോ. എത്ര കണ്ടാലും എന്താ പറഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചാൽ അതിൻ്റെ ഒരു ഭംഗി തീരില്ല. നല്ല ബ്ലോക്കാണ്, അടിപൊളി ബ്ലോക്കാണ്. മൂന്നാർ ടൗണിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇതുപോലെ ബ്ലോക്കിൽ കിടക്കുന്നു. ഫ്രണ്ട്സ്, ഇതാണ് ഫോട്ടോ പോയിന്റ്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ആദ്യത്തെ ഒരു സൈറ്റ് സീന്ന് തന്നെ ഫോട്ടോ പോയിന്റാണ്. പക്ഷെ ഞങ്ങളിവിടെ നിർത്തിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം, പിന്നെ ബ്ലോക്കും. ഫ്രണ്ട്സ്, ഞങ്ങള് മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്തെത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക് കാരണം ഞങ്ങൾ പതിക്കിറങ്ങി നടക്കാൻ, വണ്ടിനകത്ത് ഇരുന്നാലും ചൂടനെ എടുക്കണം. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചൂടുണ്ടെങ്കിലും വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കാണ്. ഫ്രണ്ടിലൊക്കെ നല്ല സീനറിയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഫ്രണ്ടിലെ സീനറി ഉണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോർമലി നമ്മൾ കാണുന്ന ക്യാരറ്റ്, ബീട്രൂട്ട് കൃഷി. ഇതാണ് നമ്മുടെ ജോസഫ് സാറ്. കടിച്ചോണ്ട് നോക്ക്, അതന്നെ മാസ്. കഞ്ഞിയാ എന്ത് നടന്നാ ഗൈസ്? ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ ഗൈസ്. ഞങ്ങളൊരു 2 മണിക്കൂറിന് മേലെയായി നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള ബ്ലോക്കാണ് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ? ഞങ്ങളിപ്പോൾ ഇറങ്ങി രണ്ടാമതേ നടക്കാം. ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിൽ പുറമേ നോക്കുമ്പോൾ നമ്മൾ നല്ല വെയിലാണെങ്കിലും പക്ഷെ പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഈ മരത്തിലിങ്ങനെ പൂക്കൾ നിൽക്കുന്ന നല്ല രസമുണ്ട്. നമ്മൾ ഡാമിൻ്റെ സൈഡിലോട്ട് എത്തി. ഈ വെള്ളം പോകാൻ കാണിച്ചതാണ്. ഗൈസ്, നമ്മൾ ഈ ഡാമിൻ്റെ ഇതിൽ കൂടെ തന്നെ പോയാലേ വട്ടവടയിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ആ സൈഡാണ് എക്കോ പോയിന്റ്. മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിരിക്കുന്നു. മാട്ടുപ്പെട്ടി ഡാം, അതെ, ഇതാണ് ഡാം. ഡാം ടൂറിസ്റ്റ് വണ്ടികളുടെ ഡാം.
ചാകര നോക്കി കണ്ടു പോയില്ലെങ്കിൽ വണ്ടി ഇടിക്കും ഗൈസ്. കാരണം അത്രയും ഇങ്ങനെ ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അതിൽ കൂടെ 2 സൈഡും വണ്ടി പോകുന്നത്. എന്താ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിച്ചത് പറഞ്ഞാൽ നമ്മൾ അത്രയും ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലിരിക്കാൻ പോയ നമ്മൾ ആവിപ്പെടുത്തി ചാകും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി 2 സ്ഥലം ഇതിപ്പോൾ ഇറങ്ങി ഞങ്ങൾ നടന്ന് മാട്ടുപ്പെട്ടി ഡാം എത്തി. വണ്ടി ഇപ്പോൾ പുറകിൽ വരുന്നുള്ളൂ ഈ ബ്ലോക്കൊക്കെ താണ്ടി. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിലുള്ള കടകളിലേക്ക് അപ്പോൾ അവിടെ വന്ന് അപ്പോൾ ഷിനീഷ് ഞങ്ങൾക്ക് മുട്ട ഓംലേറ്റ് ഒരു ഡബിൾ ഓംലേറ്റ് പറഞ്ഞു. ആ ടൈം കൊണ്ട് വണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കഴിക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ അത് അവൻ മേടിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ കൈയിട്ട് വാരി കഴിക്കാം. ഫ്രണ്ട്സ്, അടുത്ത ഓംലേറ്റ് പറയാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി എത്തി. വേഗം എല്ലാവരും ഓടിക്കയറി, കാരണം ട്രാഫിക് ആവും അല്ലെങ്കിൽ. അപ്പോൾ ഇത് അടുത്ത് നമ്മൾ എക്കോ പോയിന്റിലോട്ടാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന എക്കോ പോയിന്റിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ എന്താ ഫുള്ള് ബിരിയാണി ഫ്രീ ആണോ ഇത്? ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച സമയം. അതുകൊണ്ടത് ഞങ്ങൾ നോക്കിയപ്പോൾ ഫുൾ ബിരിയാണിയിൽ ആൾക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഫ്രീ ആണെന്ന്, പിന്നെയാണ് മനസ്സിലായത് ഫ്രീ അല്ലാന്ന്. ഗൈസ്, ഈ പ്രാവശ്യം എക്കോ പോയിന്റ് വന്നിട്ട് നല്ല തിരക്കായിരുന്നു. നമുക്ക് ആ മരത്തിൻ്റെയൊക്കെ അവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ കണ്ടില്ലേ, അവിടെയൊക്കെ നമുക്ക് റീൽസ് എടുക്കാനും നിൽക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ വെയിലായതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ കാണാൻ അടിപൊളിയായിട്ട് കാഴ്ച. അപ്പം നമ്മൾ എത്തിയത് ഒരു ഉച്ച ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി ലേറ്റായി, 2-3 മണിയാവാറായി. എല്ലാവർക്കും വിശന്നു തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ വഴിയിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഗൈസ്. നമ്മുടെ എക്കോ പോയിന്റ് അവിടെ തന്നെ മലബാർ ബിരിയാണി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഞങ്ങൾ അവിടെ നാട്ടിൽ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നില്ല, കുഴപ്പമില്ല. ചോറ് ഊണ് നല്ലായിരുന്നു കേട്ടോ. ബിരിയാണിനേക്കാളും നന്നായിട്ട് ഊണ് നല്ലായിരുന്നു. വലിയക്കാട്ട് അയില വറുത്തതായിരുന്നു. ഉമ്മച്ചി ഒരു ഉമ്മച്ചിയും പാപ്പച്ചിയും കൂടെയാണ് ചെയ്യണത്. അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ ഒരു നേരക്ക് ഊണ് വാങ്ങിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നാടൻ 2 അടി കിട്ടും. നോയൻ്റെ പേര് ആരും പറയരുത്, 2 അടി കിട്ടുന്നതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല തണുപ്പുണ്ട്. ഇപ്പോഴേ നല്ല തണുപ്പ്. അവിടെ ഇപ്പോഴേ തണുപ്പില്ലേടാ. ഞാൻ പറഞ്ഞു ഉമ്മച്ചിയും ഒരു ബാബച്ചിയും കൂടെ ഉണ്ടാക്കുന്ന ഫുഡാണെന്ന്. വീട്ടിലെ ഊണ് ഞാൻ പറഞ്ഞു എക്കോ പോയിന്റിന്റെ തൊട്ടടുത്തുള്ളതാണെന്ന്. വന്ന് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാം. ആണോ? അത് ശരി. ഭക്ഷണം കഴിച്ചിട്ടാണ് പുള്ളിക്കാരത്തിനെ കെട്ടാൻ ഗൈസ്, ഉമ്മച്ചിയും ബാപ്പച്ചി നമുക്ക് ഇതില് പായസം. ഷാലു ഒന്ന് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും കൊടുക്കും. മധുരമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉമ്മച്ചി പായസം തന്നു. മതി കുടിച്ചത്. എനിക്ക് കുഴപ്പമില്ല. മധുരം ഇത് മതി. ഓർമ്മ വരെ വേണം. സർക്കാർ പൈസ വേണം. ഇനി ഞങ്ങൾ വണ്ടി കയറാൻ പോകണം. നേരെ ഇനി ഡയറക്റ്റ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി വേറെ എങ്ങും കയറില്ല. ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ പലവരും പതുക്കെ ഒന്ന് മയങ്ങി തുടങ്ങി. അപ്പോൾ യാത്രകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ
വട്ടവട എത്താറായി ഗൈസ്. വട്ടവടയുടെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വട്ടവടയിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ആർച്ച് ഉണ്ട്. ഈ ആർച്ച് അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റ് പോലെ അവരവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവരൊരു ഇൻസ്ട്രക്ഷൻ തരും, ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ തരും. എന്നിട്ട് ഇത് തുറന്നു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അതേപോലെ തന്നെ. നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെക്കിങ്ങും ഒക്കെ ഉള്ളത്. ചെക്കിങ്ങിന് വലിയ ഇതൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇതും ഫോർമാലിറ്റി അവർ ഇൻസ്ട്രക്ഷൻ പറയും. പിന്നെ നമ്മൾ ഈ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് ഗൈസ് നമ്മൾ ഈ പോകുന്നത്. ഇതിലൂടെ കയറി നമ്മൾ പോയാണ് നമ്മൾ വട്ടവട ടൗണ് ആ ഭാഗത്തോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും വേറെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കും അറിയാം, നമുക്കിവിടെ വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഇല്ല. കാരണം മൃഗങ്ങൾ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിതേ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടുത്തെ ഒരു സീനറി സൂപ്പർ ഗൈസ്. ഈ കാണുന്നത് കാടാണ് ഗൈസ്, കൊടും കാടാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കാട്ടിൽ ഒരു ട്രക്കിങ്ങിന് ഞങ്ങൾ വരുന്നുണ്ട് ഗൈസ് തിരിച്ച് വരുമ്പോൾ. അപ്പോൾ ആ വീഡിയോയും ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. മസ്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫോറസ്റ്റ് ട്രക്കിങ്. ഈ വഴിയൊക്കെ സൂപ്പറാണ് ഗൈസ് കാണാൻ. ഇതിൻ്റെ ഒരു ഭംഗിയും ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ആ ഫോറസ്റ്റ് കയറുമ്പോഴാണ് തിരിച്ചറിയാവുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല, കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഉള്ളവർക്ക് മാത്രം. ഇവിടെ ഒരു വീട് പോലെ കോട്ടേജൊക്കെ ഉണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നവർക്ക് നമുക്ക് ട്രക്കിങ് ചെയ്യാനും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ താമസിച്ച് അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ട്രക്കിങ്ങും താമസമൊക്കെ. ഗൈസ് നമ്മളുടെ വണ്ടി ട്രാവലർ നമ്മളവിടെ നിർത്തിയ ശേഷം ഒരു 400 മീറ്റേഴ്സോളം നമ്മൾ ഉള്ളോട്ട് നടന്ന് വരണം കേട്ടോ. ഇങ്ങനെ താഴോട്ടുള്ളൊരിതാണ്. വരുമ്പോഴേ ഇവിടെ നിന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ ഒരു ഗേറ്റ് പോലെ ഇതുണ്ട്. നല്ല തണുപ്പായി തുടങ്ങിയിട്ടാ. നമ്മൾ രാവിലെ നല്ല ചൂടാന്ന് പറഞ്ഞാലും ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞ് കേട്ടോ. 5 മണിക്കായപ്പോൾ ഞങ്ങൾ എത്തിയേക്കണം. ആ സമയത്ത് നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ രാത്രി ഉറപ്പായിട്ട് നല്ല തണുപ്പുണ്ടാവുമെന്ന് മനസ്സിലായി. ദേ ഔട്ടർ നെസ്റ്റ്, ഇതാണ് നമ്മളുടെ ക്യാമ്പിങ് സൈറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും പോലെ തന്നെ. ഇതാണ് ഔട്ടർ നെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുടിൽ പോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും വന്ന് കയറി അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കാണുന്നതാണ്. ഉണ്ടോ? അവിടെ ഇങ്ങനെ ഡൈനിങ് സ്പേസാണ്. പിന്നെ ഇവിടെ ഒരു ഹട്ടിൽ ഉണ്ടോ ടെൻറ്റ് ഇങ്ങനെ ഉണ്ട്. ഉണ്ടോ? 2 ടെൻറ്റ് വീതം. ഒരു ടെൻറ്റ് 3 പേർക്ക് കിടക്കാമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ പോലെയൊക്കെ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരിക്കാൻ പറ്റും. ക്യാമ്പ് ഫയർ എല്ലാം വട്ടം കൂടി ഇരിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇതിനകത്ത് 2 പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഹട്ട് പോലെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരിത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കണ്ടോ. അതിൻ്റെ മേലോട്ടൊക്കെ നമുക്ക് കിച്ചനും ബാത്റൂമും ഒക്കെ വരുന്നതിൻ്റെ മേളിലാണ്. അവിടെ ഒരു സൈഡ് വ്യൂ പോയിൻ്റ് പോലെയൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇതിനകത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴോട്ടും ഒക്കെ ഇതേ ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ വേറെയും ടെൻറ്റുകൾ ഇതിൻ്റെ താഴെയുണ്ട്. അവിടെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാവേ. ഉണ്ടോ? ഇവിടെ നിന്ന് ഫുൾ നോക്കുമ്പോൾ ഒരു താഴ്വാരമാണ്. നമ്മൾ നോർമലി എല്ലായിടത്തും ഞങ്ങൾ പോകുമ്പോൾ കാണുന്നതൊരു നമ്മളിങ്ങനെ മേളിൽ നിന്നുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ താഴെയാണ് നമ്മൾ വന്നേക്കണം. താഴെയായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വന്നേക്കണം കുറച്ച്. അപ്പോൾ ആ ഒരു ഇതിന് നമുക്കിങ്ങനെ ഹില്ലിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ചെറുതായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കോട മഞ്ഞുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇനി നൈറ്റിൻ്റെ ഒരു വ്യൂ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നൈറ്റ് വ്യൂ ഒരു വേറെ ഇതായിരിക്കും. ക്യാമ്പ് ഫയർ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഒരു ചെറിയ ഷോർട്സൊക്കെ കാണിക്കട്ടെ. അതൊക്കെ ഒരു വ്യൂ പോയിൻ്റാണ് ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. നമുക്ക് ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം. ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ട ഗൈസ്. ഇവിടെ ഒരു 3 ഇതുണ്ട്, ടെൻ്റ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഹൈറ്റിലായതുകൊണ്ട് ഇപ്പം മഴ വരുന്നുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, പേടിക്കണ്ട. പിന്നെ അതിനുമ്പ് ഇത് കാണിക്കാം. ഇങ്ങനൊരു ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്താണ് ഇതൊരൊറ്റ ടെൻ്റായിട്ടാണ് ഇത്. പിന്നെ ഇപ്പുറത്ത് നോക്കട്ടെ, ഇപ്പുറത്തും ഒരു ഒറ്റ ടെൻ്റായിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത്. ടെൻ്റകം നോക്കട്ടെ തുറക്കാൻ പറ്റുമെന്ന്.
ഇങ്ങനെ സിബ് തുറക്കുക. ഉണ്ട് 2 ഇതുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അടുത്തൊരു സിബ് തുറക്കണം. സിബൊക്കെ എവിടെയാണോ? ഓക്കെ, ഇങ്ങനെ അകത്ത് വേറൊരു ഇതുണ്ട്. ഉണ്ടെങ്കിൽ തുറക്കുമ്പോൾ ഇതിനകത്താണ് ഗൈസ്. കൊള്ളാട്ടോ, നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട 3 പേർക്ക് കിടക്കാൻ പറ്റും കേട്ടോ. 3 പില്ലോ ഉണ്ട്, ഒരു വലിയ ബ്ലാങ്കറ്റ് ഉണ്ട്. കുഴപ്പമില്ലാത്ത നല്ലൊരു മെത്തയുണ്ട് ഗൈസ്. ഇതാണ് ഹട്ട്. ഇതൊന്ന് അടച്ച് വ്യൂ പോയിന്റ് കാണാം. ഇവിടെ നിന്ന് കയറി നോക്കാം. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നൊരു പോസ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. മൂടി കിടക്കാണ്ട, നിങ്ങൾക്കൊന്നും കാണും തോന്നുന്നില്ല. ക്യാമറയിൽ എനിക്ക് നോക്കിയിട്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല. ഫോണിലല്ല, ശരി നേരിട്ട് കാണാൻ കുറച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോണിൽ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല. ഇവിടെ നിന്ന് നമ്മുടെ വ്യൂ ഇതാണ്. നമ്മുടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ഒരു വ്യൂ, മൊത്തത്തിലൊരു വ്യൂ ഇങ്ങനെ വരുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആ ചേട്ടൻ ഞങ്ങളിവിടെ എത്താറായപ്പോൾ വിളിച്ചില്ല. അപ്പോൾ ആ ചേട്ടൻ ചായ ഇടാൻ നേരമായിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ആ ചേട്ടൻ ചായ ഇടുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇടുമ്പോൾ അത് കുടിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഗൈസ്, ഇതൊരു ക്യാമ്പ് ഫയർ നടത്തുന്നൊരു സ്പോട്ടാണ്. അതേപോലെ തന്നെ താഴെയുമുണ്ട്. അപ്പം നമ്മളുടെ സ്പോട്ട് താഴെയാണ്. ഇപ്പം നമ്മൾ 2 ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരണമെങ്കിൽ നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടി 2 ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഇത് അപ്പോഴത്തേക്ക് നമ്മുടെ ചായ റെഡിയായി. എപ്പോഴും നമ്മൾ ടെൻറ്റിൽ വരുമ്പോൾ ചായ, ഒരു കട്ടൻ ചായ, അതേപോലെ തന്നെ ബിസ്ക്കറ്റും കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഗൈസ്, നമ്മൾ അധികം ലേറ്റാക്കി തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി. കാരണം ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു 3 ചിക്കൻ മസാലയൊക്കെ പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ള ഒരു മൂഡിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Thank you. ഗൈസ്, അങ്ങനെ നമ്മുടെ ബാർബിക്യൂ റെഡി ആയി തുടങ്ങി. ഓരോരുത്തരും കഴിച്ചു തുടങ്ങി ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല മസാലയായിരുന്നു. പെപ്പയ്ക്കൂടെ മസാലയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊള്ളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കെയർ ടേക്കർ ചേട്ടൻ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ഒരു സൈഡിൽ തുടങ്ങി കേട്ടോ. കണ്ടോ, നമ്മ എന്തോരം കഷ്ടപ്പെട്ടു. എത്ര പെട്ടെന്ന് കത്തിക്കണം. കഷ്ടപ്പെടുന്ന 3 പേര്. നീ തിന്നാടാ? നിങ്ങൾ കഴിച്ചാ? മുസ്താ കഴിക്കൂലല്ലേ? ചിക്കൻ ഫ്രൈ, ഗീ റൈസും ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി. ആ, നീ പൊട്ടിക്ക്, എൻ്റെ പൊട്ടിക്ക്. വാവ്, അലുവ കഷ്ണം പോലെ ഇരിക്കുന്നു. കടിച്ച ചിക്കൻ്റെ കാല്. പിന്നെന്താ? ആ, ഒരെണ്ണം എടുത്തോ. എല്ലാം ഒന്നാടാ. തൂക്കൊന്നും നീ നോക്കണ്ട, എല്ലാം ഒന്നായിരിക്കും. കഷ്ണം നോക്കണടാ നീ. നീ വിചാരിച്ച പോലെ അല്ലട്ടാ. അവൻ ഞാൻ നേരത്തെ ഒരു കാല് വെച്ചിരിക്കാം. മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനമുണ്ട്. ഇനിയിട്ട് അതില് കാലുണ്ട്. തരൂല്ല അതില് കാലുണ്ട്. ഷിനീഷിന്റെ കയ്യിലൊരു കാലിരിക്കുന്നു. ഞാൻ അതിനു മുമ്പേ അവൻ ചിരിക്കാൻ തുടങ്ങി, ചുമക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അതിനു മുമ്പേ ചുമക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെയുണ്ട് തമിഴ് സ്റ്റൈൽ ചിക്കൻ കറിയാ. ടേസ്റ്റ് ഉണ്ടോ?
പുഞ്ഞരിച്ച ഞാൻ അവിടെ നിൽക്കും നിങ്ങള്. എല്ലാരും കഴിച്ച് ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെള്ളെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അച്ചക്കിളി പോകും നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂട് ചുട്ടാൻ വാ. അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ദേ കിടക്കാൻ പോവാണ് കേട്ടോ. 2 മണിയോളം എന്തോ ആവാറായി തോന്നുന്നു. ഗൈസ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ഈ ടെൻറ്റിൽ ഞാനും ശ്രുതിയും കൂടെ കിടക്കുന്നത്. 3 പേർക്ക് കിടക്കാട്ടാ. ഓക്കെ, ഇതിനകത്തുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ ഗൈസ്. എല്ലാവരും പില്ലോ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് വെച്ചേക്കണം കേട്ടോ വെട്ടം കിട്ടാൻ. ഒരു പില്ലുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്. ശ്രുതി കിടന്നോടി നമുക്ക് കാണിക്കൂ. ശ്രുതി അറിയാനേ. ഓക്കെ, ഞങ്ങൾക്ക് ബ്ലാങ്കറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ ഇപ്പോഴും? പക്ഷെ എന്നാലും നടക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി അത് നടക്കും നമുക്ക് ഗൈസ്. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലത്തെ കാഴ്ചകളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും ട്രെക്കിംഗ് എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഗൈസ്. അല്ലെങ്കിൽ വലിയ ലെങ്ത്, ഇപ്പം തന്നെ 10-20 മിനിറ്റിന് മേളിലായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന വീഡിയോസും എല്ലാവരും കാണണം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.